Dear students, ഇന്ന് നമ്മൾ ദ സ്നൈപ്പർ എന്ന ഷോർട്ട് സ്റ്റോറിയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, why did the sniper think it is risky to smoke? എന്തുകൊണ്ടാണ് സ്നൈപ്പർ ചിന്തിച്ചത് ഇറ്റ് ഈസ് റിസ്കി ടു സ്മോക്ക്, പുകവലിക്കുക എന്നത് കുറച്ച് പ്രയാസമുള്ള, കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് എന്ന്. സ്നൈപ്പർ എന്തുകൊണ്ടാണ് പുകവലിക്കുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്, പ്രത്യേകിച്ചും ആ സമയത്ത് അദ്ദേഹം അവിടെ ഒളിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു സിഗരറ്റ് കത്തിക്കാൻ അദ്ദേഹത്തിന് തോന്നുന്നു, അത് കുറച്ച് റിസ്കിയാണ്, റിസ്ക് ഉള്ളതാണ് എന്ന് അദ്ദേഹം ചിന്തിച്ചു. അതിന് കാരണം എന്താണ് എന്നതാണ് ചോദ്യം. അതിന്റെ ആൻസർ, ദ സ്നൈപ്പർ തോട്ട്, സ്നൈപ്പർ ചിന്തിച്ചു, ഇറ്റ് ഈസ് റിസ്കി ടു സ്മോക്ക്, പുകവലിക്കുക എന്ന് പറഞ്ഞത് അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് എന്ന്, കുറച്ച് പ്രയാസപ്പെട്ട കാര്യമാണ് എന്ന് അദ്ദേഹം ചിന്തിച്ചു. ബിക്കോസ്, അതിന് കാരണം, ദ ഫ്ലാഷ് മൈറ്റ് ബി സീൻ, ആ പുകവലിക്കുന്ന സമയത്തുള്ള ഫ്ലാഷ് ഉണ്ടല്ലോ, അത് മൈറ്റ് ബി സീൻ, അത് കണ്ടെത്തിയേക്കാം, അത് കണ്ടേക്കാം, ഇൻ ദ ഡാർക്ക്നെസ്, ഏതില്, ഡാർക്ക്നെസ്സില്, ഇരുട്ടില് പുകവലിക്കുമ്പോ അതിന് പുകവലിക്കാൻ വേണ്ടിയിട്ട് സിഗരറ്റ് കത്തിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ അല്ലാതെയും ഒക്കെ സിഗരറ്റ് കത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്ലാഷ് ലൈറ്റ് മറ്റുള്ള എനിമീസ് എന്തെയും കാണാൻ സാധ്യതയുണ്ട്. ആൻഡ് ദ എനിമി കുഡ് വാച്ച് ഇറ്റ് ആൻഡ് ദസ് ഹി കുഡ് ബി സ്പോട്ടഡ്, എനിമീസിന് എന്ത് ചെയ്യാൻ പറ്റും, ആ കത്തിക്കുന്ന ആ ഫ്ലാഷ് ലൈറ്റ് കാണാൻ പറ്റും, വാച്ച് ചെയ്യും. ആൻഡ് ദസ് ഹി കുഡ് ബി സ്പോട്ടഡ്, അങ്ങനെ സ്നൈപ്പറിനെ കണ്ടെത്തപ്പെടും. സ്പോട്ട് ചെയ്യാന്ന് പറഞ്ഞാല് കണ്ടെത്തുക, സ്പോട്ടഡ് കണ്ടെത്തും. കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇദ്ദേഹത്തെ എനിമി സ്നൈപ്പേഴ്സ് വെടിവെച്ചിടും. അപ്പൊ അതുകൊണ്ട് ഇത് റിസ്കി ആണ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് was the duty assigned to the sniper? സ്നൈപ്പർക്ക് അസൈൻ ചെയ്തു കൊടുത്ത, തീരുമാനിച്ചു കൊടുത്ത അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്ത ഡ്യൂട്ടി എന്താണ്? അസൈൻഡ് എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കുക, തീരുമാനിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. സ്നൈപ്പർക്ക്, നമ്മുടെ സ്നൈപ്പർക്ക്, റിപ്പബ്ലിക്കൻ സ്നൈപ്പർക്ക് എന്ത് ഡ്യൂട്ടിയാണ് ഏൽപ്പിച്ചു കൊടുത്തത്? അതിന്റെ ആൻസർ, ഇറ്റ് വാസ് ദ ഡ്യൂട്ടി ഓഫ് ദ സ്നൈപ്പർ ടു വാച്ച് ദ എനിമി ഓൺ ദ റൂഫ് ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്. എന്തായിരുന്നു ഏൽപ്പിച്ചു കൊടുത്ത ഡ്യൂട്ടി? ടു വാച്ച് എനിമി, ശത്രുക്കളെ വാച്ച് ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. എവിടെ നിന്നിട്ട്? ഓൺ ദ റൂഫ് ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്, ഒരു ബിൽഡിങ്ങിന്റെ റൂഫിന്റെ ടോപ്പിൽ, ഏറ്റവും മുകളിൽ നിന്നുകൊണ്ട്, അവിടെ ഒളിഞ്ഞിരുന്നു കൊണ്ട് ശത്രുക്കളെ വാച്ച് ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ദ ബുള്ളറ്റ് കം ഫ്രം ആസ് ദ സ്നൈപ്പർ സ്റ്റാർട്ടഡ് സ്മോക്കിംഗ്? എവിടെ നിന്നാണ് ബുള്ളറ്റ് വന്നത്? ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ തോക്കിന്റെ തിര, അത് എവിടെ നിന്ന് വന്നു? കം ഫ്രം ആസ് ദ സ്നൈപ്പർ സ്റ്റാർട്ടഡ് സ്മോക്കിംഗ്, സ്നൈപ്പർ പുകവലിക്കാൻ തുടങ്ങിയപ്പോ എവിടെ നിന്നാണ് ബുള്ളറ്റ് വന്നത് എന്നതാണ് ചോദ്യം. അതിന്റെ ആൻസർ, when the sniper started smoking, സ്നൈപ്പർ പുകവലിക്കാൻ തുടങ്ങിയപ്പോ the bullet came from,
ബുള്ളറ്റ് വന്നു. എവിടെ നിന്ന് വന്നു? Came from the opposite side of the street. എവിടുന്നാ വന്നത്? ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ സ്ട്രീറ്റ്. സ്ട്രീറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ബുള്ളറ്റ് വന്നിരിക്കുന്നത്. Came from the opposite side of the street. നാലാമത്തെ ക്വസ്റ്റ്യൻ, why didn't the sniper fire at the armored car in the opposite street? നാലാമത്തെ ക്വസ്റ്റ്യൻ, why didn't the sniper fire? എന്തുകൊണ്ട് നമ്മുടെ സ്നൈപ്പർ വെടിവെച്ചില്ല? ഫയർ ചെയ്യാന്നുള്ള വെടിവെക്കുക. Why didn't the sniper fire? എന്തുകൊണ്ട് നമ്മുടെ സ്നൈപ്പർ, റിപ്പബ്ലിക്കൻ സ്നൈപ്പർ വെടിവെച്ചില്ല എന്നാണ് ചോദ്യം. എവിടേക്ക് വെടിവെച്ചില്ല? അറ്റ് ദ ആമേർഡ് കാർ. ആമേർഡ് എന്നുള്ള കവചമുള്ള ആമേർഡ് കാർ ഇൻ ദ ഓപ്പോസിറ്റ് സ്ട്രീറ്റ്. ഓപ്പോസിറ്റ് സ്ട്രീറ്റ്, അദ്ദേഹത്തിന്റെ നേരെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട്, ഒരു തെരുവുണ്ട്. അവിടെ ഒരു കാർ വന്ന് നിർത്തി അല്ലെ. ആ സമയത്ത് എന്തുകൊണ്ട് അദ്ദേഹം ആ കാറിനെ വെടിവെച്ചില്ല എന്നതാണ് ചോദ്യം. ആൻസർ, the sniper didn't fire at the armored car in the opposite street. ഓപ്പോസിറ്റ് സ്ട്രീറ്റിലുള്ള കാറിനെ അദ്ദേഹം വെടിവെച്ചില്ല. ബിക്കോസ് അല്ലെ, അതിന് കാരണം എന്താ? he knew it was useless. അദ്ദേഹം അറിഞ്ഞിരുന്നു എന്നുവെച്ചാൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്തറിയാമായിരുന്നു? it was useless. അതിനെ വെടിവെച്ചത് കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല എന്നത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കാരണം എന്താ? ആമേർഡ് കാർ എന്നല്ലേ പറഞ്ഞത്. ആമേർഡ് കാർ എന്ന് പറഞ്ഞാൽ കവചം തീർത്ത കാറാണ്, സാധാരണ കാറല്ല. കുറച്ച് യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള, വെടിയൊന്നും പെട്ടെന്ന് കൊള്ളാത്ത രൂപത്തിലുള്ള കാറാണുള്ളത്. വെടി കൊണ്ടാലും അധികം ഒന്നും പറ്റാത്ത രൂപത്തിലുള്ള കാർ. His bullet would never pierce the steel that covered the grey monster. അദ്ദേഹത്തിന്റെ ബുള്ളറ്റ് would never pierce ആ തുളച്ചു കയറുക എന്നുള്ള അർത്ഥം. അദ്ദേഹത്തിന്റെ തോക്കിന്റെ തിരന്തയില്ല, ഒരിക്കലും തുളച്ചു കയറില്ല. The steel that covered the grey monster. ഇവിടെ ഗ്രേ മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ ഭീമാകാരം എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഭീമാകാരമായ ആ കാറ്, ആ കവചം വെച്ച കാറിനെയാണ് ഗ്രേ മോൺസ്റ്റർ എന്ന് പറഞ്ഞത്. അതിലേക്ക് ഒരിക്കലും ഇദ്ദേഹത്തിന്റെ തോക്കിന്റെ തിര തുളച്ചു കയറില്ല. ബുള്ളറ്റ് പ്രൂഫ് ആണത്, ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള കാറാണ് എന്നത് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. അതുകൊണ്ട് അദ്ദേഹം ചെയ്തില്ല, വെടിവെച്ചില്ല. അതാണ് അതിന്റെ ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഹു വാസ് ദ വുമൺ ടാക്കിംഗ് ടു ദ മാൻ ഇൻ ദ ആമേർഡ് വെഹിക്കിൾ? അവിടെ ആമേർഡ് വെഹിക്കിൾ വന്ന് നിർത്തിയപ്പോ ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീ എന്ത് ചെയ്തു? ആ ആമേർഡ് വെഹിക്കിളിലുള്ള ആ മനുഷ്യനോട്, അതിൻ്റെ ഉള്ളിലുള്ള ആളോട് സംസാരിച്ചു. ആ സ്ത്രീ ആരാണ് എന്നതാണ് ചോദ്യം. ദ വുമൺ ടാക്കിംഗ് ടു ദ മാൻ, ആ മനുഷ്യനോട് സംസാരിച്ചിരുന്ന ആ സ്ത്രീ ഇൻ ദ ആമേർഡ് വെഹിക്കിൾ. കണ്ടോ, ആ ആമേർഡ് വെഹിക്കിളിൽ ഉണ്ടായിരുന്ന മനുഷ്യനോട് സംസാരിച്ച ആ വ്യക്തി ആരാണ്? ആ ഒരു സ്ത്രീ ആരാണ്? വാസ് ആൻ ഇൻഫോർമർ ഓഫ് ദ എനിമി. ഇൻഫോർമർ, ഒരു ഇൻഫോർമർ ആയിരുന്നു അവള്. ഓഫ് ദ എനിമി, ആരുടെ ഇൻഫോർമർ ആയിരുന്നു? ഓഫ് ദ എനിമി, ശത്രുക്കളുടെ. എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ശത്രുക്കൾ, ഓപ്പോസിറ്റ് ആയിട്ട് യുദ്ധം ചെയ്യുന്ന ആളുകൾ, അവരുടെ ഒരു ഇൻഫോർമർ. ഇൻഫോർമർ എന്ന് പറഞ്ഞാല് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് അവിടെ ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കുന്ന, അങ്ങനെയുള്ളൊരു ഇൻഫോർമേഷൻ നൽകുന്ന ആളുകളെയാണ് ഇവിടെ ഇൻഫോർമർ എന്ന് പറഞ്ഞത്. അങ്ങനെ ഈ സ്ത്രീ എന്ത് ചെയ്തു? ഈ റൂഫ് ടോപ്പിന്റെ മുകളിലുള്ള നമ്മുടെ സ്നൈപ്പറിനെ കാണിച്ചു കൊടുത്തതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞതാണ്. അപ്പൊ ഇവളൊരു ഇൻഫോർമർ ആയിരുന്നു എന്ന്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ, how did the Republican sniper deceive his enemy on the roof in the opposite side of the street? How did the Republican sniper,
എങ്ങനെയാണ് റിപ്പബ്ലിക്കൻ സ്നൈപ്പർ ഡിസീവ് ഹിസ് എനിമി, അദ്ദേഹത്തിന്റെ ശത്രുവിനെ ഡിസീവ് എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക, ചതിക്കുക എന്നുള്ളതാണ്. ഡിസീവ് ഹിസ് എനിമി ഓൺ ദ റൂഫ് ഇൻ ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ മറ്റൊരു എനിമി സ്നൈപ്പർ ഉണ്ടായിരുന്നു. റിപ്പബ്ലിക്കൻ സ്നൈപ്പറിന്റെ എനിമി സ്നൈപ്പർ. അദ്ദേഹത്തിനെ എങ്ങനെയാണ് റിപ്പബ്ലിക്കൻ സ്നൈപ്പർ ഡിസീവ് ചെയ്തത്, വഞ്ചിച്ചത് അല്ലെങ്കിൽ ചതിച്ചത് എന്ന് പറയും. അതിന്റെ ആൻസർ, ദ റിപ്പബ്ലിക്കൻ സ്നൈപ്പർ ഡിസീവ്ഡ് ഹിസ് എനിമി. റിപ്പബ്ലിക്കൻ സ്നൈപ്പർ അദ്ദേഹത്തിന്റെ ശത്രുവിനെ എന്ത് ചെയ്തു, ചതിച്ചു. എങ്ങനെ വഞ്ചിച്ചത്, എങ്ങനെ ചതിച്ചു? ആസ് ഹി പുട്ട് ഹിസ് റൈഫിൾ ഓൺ ദ എഡ്ജ് ഓഫ് ദ റൂഫ്. അദ്ദേഹം എന്ത് ചെയ്യാണ്? ആസ് ഹി പുട്ട് ഹിസ് റൈഫിൾ ഓൺ ദ എഡ്ജ് ഓഫ് ദ റൂഫ്. ആ റൂഫിന്റെ എഡ്ജിലേക്ക്, വക്കിലേക്ക് ഇദ്ദേഹത്തിന്റെ റൈഫിൾ എന്ത് ചെയ്യാണ്, ഉയർത്തി കാണിക്കാണ്. He put his rifle on the edge of the roof with his cap on its end. ആ റൈഫിളിന്റെ മുകൾ ഭാഗത്ത് എന്തുണ്ടായിരുന്നു? മഫിൾ ഭാഗത്ത്, അതിന്റെ വായ് ഭാഗത്ത് ഇദ്ദേഹത്തിന്റെ ക്യാപ്പ് കൂടെ വെച്ചിരുന്നു, തൊപ്പി വെച്ചിരുന്നു. ആ തൊപ്പി കണ്ടാൽ ഇദ്ദേഹത്തിന് തല ഉയർത്തി നോക്കുകയാണ് എന്ന് എനിമിക്ക് തോന്നും. The enemy sniper shot at it. enemy sniper എന്ത് ചെയ്തു? ആ തൊപ്പിക്ക് വെടിവെച്ചു. And the Republican sniper made it look like he had been killed. അങ്ങനെ റിപ്പബ്ലിക്കൻ സ്നൈപ്പർ എന്ത് ചെയ്തു? അദ്ദേഹം മരിച്ചു വീണു എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ പിന്നെന്ത് ചെയ്യാണ്? അദ്ദേഹം അവിടെ ഒരു നാടകം കളിക്കുകയാണ്. And the Republican sniper made it look like, ആ വെടി കൊണ്ട സമയത്ത് റിപ്പബ്ലിക്കൻ സ്നൈപ്പർ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ തൊപ്പിക്കിൽ വെടി കൊണ്ട സമയത്ത് ആക്കി തീർത്തു. made it look like he had been killed. അദ്ദേഹം മരിച്ചു എന്ന രൂപത്തിൽ പിന്നീട് അദ്ദേഹം അഭിനയിച്ചു. അതാണ്, അങ്ങനെയാണ് എന്ത് ചെയ്തത്? നമ്മുടെ റിപ്പബ്ലിക്കൻ സ്നൈപ്പർ എനിമി സ്നൈപ്പറിനെ ചതിച്ചത് അല്ലെങ്കിൽ വഞ്ചിച്ചത് എന്ന്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ഹിസ് ഇംപ്രഷൻ ഓഫ് ഹിസ് ഡെഡ് എനിമി? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഇംപ്രഷൻ? എന്തായിരുന്നു നമ്മുടെ റിപ്പബ്ലിക്കൻ സ്നൈപ്പറിന്റെ ഇംപ്രഷൻ ഓഫ് ഹിസ് ഡെഡ് എനിമി? അദ്ദേഹത്തിന്റെ മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം വെടിവെച്ചിട്ട ഓപ്പോസിറ്റ് ഭാഗത്തുള്ള ശത്രു, എനിമി അല്ലെ, അദ്ദേഹത്തിനെ പറ്റിയിട്ട് നമ്മുടെ റിപ്പബ്ലിക്കൻ സ്നൈപ്പറിന് എന്തായിരുന്നു അഭിപ്രായം? അദ്ദേഹം വെടിവെച്ചിട്ടു, അദ്ദേഹത്തിന്റെ മറ്റൊരു ഓപ്പോസിറ്റ് ഭാഗത്തുണ്ടായിരുന്ന ഒരു സ്നൈപ്പറിനെ വെടിവെച്ചിട്ടല്ലോ. ആ വ്യക്തിയെ പറ്റിയിട്ട് എന്താണ് നമ്മുടെ റിപ്പബ്ലിക്കൻ സ്നൈപ്പറിന്റെ ഇംപ്രഷൻ, മതിപ്പ്, എന്താണ് അഭിപ്രായം എന്നതാണ് ചോദ്യം. ആൻസർ, ഹിസ് ഇംപ്രഷൻ ഓഫ് ഹിസ് ഡെഡ് എനിമി വാസ് എ ഗുഡ് ഷോട്ട്. അദ്ദേഹത്തിന്റെ ഡെഡ് എനിമിയോടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്തായിരുന്നു? വാസ് എ ഗുഡ് ഷോട്ട്. അദ്ദേഹം നല്ല കൃത്യതയോടെ വെടിവെക്കാൻ കഴിവുള്ള വ്യക്തിയാണ് എന്ന്. വാസ് എ ഗുഡ് ഷോട്ട്. ഷോട്ട് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്, കൃത്യതയോടെ വെടിവെക്കാൻ കഴിവുള്ള വ്യക്തിയെയാണ് ഗുഡ് ഷോട്ട് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഡ് ദ സ്നൈപ്പർ റെക്കഗ്നൈസ് ഹിസ് ഡെഡ് എനിമി? അദ്ദേഹത്തിന്റെ ഡെഡ് എനിമിയെ സ്നൈപ്പർ തിരിച്ചറിഞ്ഞോ? ഹു വാസ് ഹി? ആരായിരുന്നു അദ്ദേഹം? ഡെഡ് എനിമിയെ നമ്മുടെ റിപ്പബ്ലിക്കൻ സ്നൈപ്പർ വെടിവെച്ചിട്ടല്ലോ, അങ്ങനെ വെടിവെച്ചിട്ടപ്പോഴാണ് താഴെ വീണ് മരിക്കുന്നത്. അങ്ങനെയാണ് ഡെഡ് എനിമി ആവുന്നത്. ആ ഡെഡ് എനിമിയെ അദ്ദേഹം തിരിച്ചറിഞ്ഞോ? വെടിവെച്ചിട്ട റിപ്പബ്ലിക്കൻ സ്നൈപ്പർ തിരിച്ചറിഞ്ഞോ? ഹു വാസ് ഹി? അദ്ദേഹം ആരായിരുന്നു എന്നതാണ് ചോദ്യം. ആൻസർ, യെസ്, അതെ. ദ സ്നൈപ്പർ റെക്കഗ്നൈസ്ഡ് ഹിസ് ഡെഡ് എനിമി. നമ്മുടെ സ്നൈപ്പർ എന്ത് ചെയ്തു? ഡെഡ് എനിമിയെ മനസ്സിലാക്കി, തിരിച്ചറിഞ്ഞു. ദ ഡെഡ് എനിമി വാസ് ഹിസ് ബ്രദർ. ഹു വാസ് ഹി എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ആൻസർ ആണ്. ദ ഡെഡ് എനിമി വാസ് ഹിസ് ബ്രദർ. അദ്ദേഹത്തിന്റെ ബ്രദർ ആയിരുന്നു ആര്? ഡെഡ് എനിമി എന്ന് പറയുന്ന ആ മരിച്ചു വീണ വ്യക്തി ആരായിരുന്നു?
നമ്മുടെ റിപ്പബ്ലിക്കൻ സ്നൈപ്പറിന്റെ തന്നെ ബ്രദർ ആയിരുന്നു എന്ന്. ഇനി നമുക്ക് പറയാനുള്ളത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ ഡസ് ദ ഓഥർ ഡെപിക്ട് ദ വാർ അറ്റ്മോസ്ഫിയർ ഇൻ ദ സ്റ്റോറി? എങ്ങനെയാണ് ഓഥർ നമ്മുടെ ലിയാം ഒ ഫ്ലഹർട്ടി ഡെപിക്ട് എന്ന് പറഞ്ഞാൽ ചിത്രീകരിക്കുക എന്നൊക്കെ പറയാം, വ്യക്തമാക്കിയത് അല്ലെ, ഡെപിക്ട് ചെയ്തത്, ചിത്രീകരിച്ചത്, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. ദ വാർ അറ്റ്മോസ്ഫിയർ ഇൻ ദ സ്റ്റോറി, സ്റ്റോറിയിലെ വാർ അറ്റ്മോസ്ഫിയർ, യുദ്ധത്തിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഫസ്റ്റ് ഭാഗത്ത് അദ്ദേഹം കൃത്യമാക്കുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അവിടെ പിക്ചറൈസ് ചെയ്തത്, എങ്ങനെയാണ് അദ്ദേഹം അവിടെ ഫസ്റ്റ് തന്നെ കൊണ്ടുവന്നത് എന്നതാണ്. അതിന്റെ ഒരു രീതി പറയാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആൻസർ: ദ സ്റ്റോറി ദ സ്നൈപ്പർ ഈസ് set against the backdrop of Irish Civil War. സ്റ്റോറി, ഏത് സ്റ്റോറി? ദ സ്നൈപ്പർ എന്ന് പറഞ്ഞ സ്റ്റോറി, ആ സ്റ്റോറി ഈസ് സെറ്റ് അഗെയിൻസ്റ്റ് ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് ഐറിഷ് സിവിൽ വാർ ഇൻ ഡുബ്ലിൻ. ബാക്ക്ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ പശ്ചാത്തലം എന്നുള്ള അർത്ഥമാണ്. ഡുബ്ലിനിൽ ഉണ്ടായ, അയർലാൻഡിലെ ഡുബ്ലിൻ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നിട്ടുള്ള സിവിൽ വാറിനെ പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഒരു സ്റ്റോറി സെറ്റ് ചെയ്യുന്നത്. പിന്നെ പറയുന്നു, ദ സ്റ്റോറി എക്സ്പോസസ്, സ്റ്റോറി തുറന്നു കാണിക്കുന്ന എന്താണ്? ദ ഫ്യൂട്ടിലിറ്റി ആൻഡ് ഇൻഹ്യൂമൻ ഫേസ് ഓഫ് ദ വാർ. ഫ്യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നിഷ്ഫലത്വം, നിരർത്ഥകം എന്നൊക്കെ പറയാം, നിരർത്ഥകത അല്ലെങ്കിൽ നിഷ്ഫലത്വം. ആൻഡ് ദ ഇൻഹ്യൂമൻ ഫേസ് ഓഫ് വാർ, അത് മാത്രമല്ല യുദ്ധത്തിന്റെ ക്രൂരമായ, നിഷ്ഠൂരമായ മുഖത്തെ കൂടിയാണ് ഇൻഹ്യൂമൻ ഫേസ് ഓഫ് ദ വാർ. യുദ്ധത്തിന്റെ ക്രൂരമായ അല്ലെങ്കിൽ നിഷ്ഠൂരമായ മുഖത്തെ കൂടിയാണ് ഇത് കാണിക്കുന്നത്. ഇൻ ദ സ്റ്റോറി, ഈ സ്റ്റോറിയിൽ ദ ഓഥർ ഡെഡിക്കേറ്റ്സ്, ഓഥർ സമർപ്പിക്കുന്നു. എന്താണ് സമർപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഓഥർ ഡെഡിക്കേറ്റ് the entire first paragraph, ഒരു സ്റ്റോറിയുടെ ഒന്നാമത്തെ പാരഗ്രാഫ് കംപ്ലീറ്റും, the entire മുഴുവൻ എന്നുള്ളതാണ് കംപ്ലീറ്റ്. ഫസ്റ്റ് പാരഗ്രാഫ് to describe the setting and to illustrate the war atmosphere of the story. അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഫസ്റ്റ് പാരഗ്രാഫ് മാറ്റിവെച്ചത്? ഫസ്റ്റ് പാരഗ്രാഫ് to describe the setting and to illustrate the war atmosphere of the story. സെറ്റിംഗ് പറയാനും അത് മാത്രമല്ല ആ വാർ അറ്റ്മോസ്ഫിയറും കൂടെ വിശദീകരിക്കാൻ വേണ്ടി, ഇലിസ്ട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് വിശദീകരിക്കുക, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ എന്നൊക്കെ പറയാം. അങ്ങനെയാണ് ആ ഒന്നാമത്തെ ഭാഗം പറയുന്നത്, ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ ഡുബ്ലിൻ ലേ എൻവെലപ്ഡ് ഇൻ ഡാർക്ക്നെസ്, അതിൽ പറഞ്ഞൊരു ഭാഗമാണത്. ഡുബ്ലിൻ ലേ എൻവെലപ്ഡ് ഇൻ ഡാർക്ക്നെസ്, ഡുബ്ലിൻ എന്ന് പറയുന്ന സ്ഥലം ഡാർക്ക്നെസ് കൊണ്ട് ചുറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. അപ്പൊ തന്നെ നമുക്കൊരു ഭീകരത തോന്നും. ഡാർക്ക്നെസ്, ഇരുട്ട് എന്ന് പറയുമ്പോൾ. ദ വേർഡ് ഡാർക്ക്നെസ് ഇൻസ്റ്റാന്റ്ലി ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി. അതിലെ ഡാർക്ക്നെസ് എന്ന വാക്ക് ഇൻസ്റ്റാന്റ്ലി ക്രിയേറ്റ്, അത് ക്രിയേറ്റ് ചെയ്യുന്നു. എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? എ സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി. ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞാല് ഒരു സുരക്ഷിതത്വമില്ലായ്മ, ഇൻസെക്യൂരിറ്റിയെ ആണ് അതിൽ കാണിക്കുന്നത്. ആൻഡ് മിസ്റ്ററി, നിഗൂഢതയും കാണിക്കുന്നു. ഇൻ ദ റീഡേഴ്സ് മൈൻഡ്, ആരുടെ മനസ്സിൽ? വായനക്കാരുടെ മനസ്സിൽ. ആൻഡ് ആസ് വെൽ ആസ് സസ്പെൻസ്ഫുൾ അറ്റ്മോസ്ഫിയർ, അത് മാത്രമല്ല ഒരു സസ്പെൻസ്ഫുൾ അറ്റ്മോസ്ഫിയർ. സസ്പെൻസ്ഫുൾ എന്ന് പറഞ്ഞാല് അത്യാകാംക്ഷ നിറഞ്ഞ എന്നൊക്കെ പറയാം, ആകാംക്ഷയോടുകൂടെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ജനങ്ങൾക്ക് കിട്ടുക. ഈ ഇരുട്ടില്, ഈ രാത്രിയിൽ എന്ത് സംഭവിക്കും എന്നൊരു ആകാംക്ഷ. The sentence, the dim light of the moon shone through the fleecy clouds casting a pale light. അങ്ങനെ പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്. The dim light of the moon, മൂണിന്റെ dim light shone through fleecy clouds, നല്ല കട്ടി കുറഞ്ഞ ക്ലൗഡിന്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പഞ്ഞി പോലെയുള്ള ക്ലൗഡിന്റെ ഉള്ളിലൂടെ കാണുന്നു. അതിലൂടെ വരുന്ന മൂൺലൈറ്റ്
കാസ്റ്റിംഗ് എ പെയിൽ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു. ചെറിയ മങ്ങിയ ഒരു പ്രകാശവും. അപ്പൊ ഫുള്ളി ഇരുട്ടല്ല, ഒരു മങ്ങിയ പ്രകാശമുണ്ട്. അതൊക്കെ ബ്രിങ്സ് എ ഫീലിംഗ് ഓഫ് ലോൺലിനെസ്. അത് എന്ത് കൊണ്ടുവരുന്നു? ഫീലിംഗ് ഓഫ് ലോൺലിനെസ്, തനിച്ചാണ് എന്ന ഒരു ഫീലിംഗ്, ഒരു തോന്നല്. ആൻഡ് ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് പറഞ്ഞാല് വിഷാദം, മാനസികമായ ഒരു തകർച്ച, നിസ്സഹായത. അതൊക്കെയാണ് എന്ത്? ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ. നിസ്സഹായത അല്ലെങ്കിൽ ഏകാന്തത എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ എന്തുകൂടെ മനസ്സിനൊരു ഡിപ്രഷൻ കൂടെ കൊണ്ടുപോയി, ഒരു വിഷാദം. നമുക്ക് അത് പറയുന്ന കേട്ടാൽ തന്നെ നമുക്കൊരു പ്രയാസം തോന്നും. അത്തരം കാര്യങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ഒരു ചെറിയൊരു പേടി തോന്നും. The author also says here and there, author വീണ്ടും പറയുന്നു, also says here and there through the city machine guns and rifles broke the silence of the night. എന്തുകൂടെ പറയുന്നുണ്ട് അദ്ദേഹം? സിറ്റിയിൽ അവിടെ ഇവിടെ ആയിട്ട് രാത്രിയുടെ ആ ഒരു നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മെഷീൻ ഗൺസ് എന്ത് ചെയ്യുന്നുണ്ട്? അതും ഇങ്ങനെ റോർ ചെയ്യുന്നുണ്ട്, അലമുറ ഇടുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. Through the city machine guns and rifles broke the silence of the night. മെഷീൻ ഗണ്ണും റൈഫിൾസ് ഒക്കെ രാത്രിയുടെ നിശബ്ദതയെ ഭേദിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഇവിടെ നിന്നൊക്കെ നമുക്ക് വെടിവെച്ചുകൾ കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന്. അപ്പൊ അതൊക്കെ ഈ വാർ അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. അതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു യുദ്ധം ആരംഭിച്ചിട്ടുണ്ട്, അവിടെ യുദ്ധം അവസാനിച്ചിട്ടില്ല, കൃത്യമായിട്ട് യുദ്ധം ഉള്ള ഒരു സമയമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. It brings clearly the war atmosphere in the reader's mind. കണ്ടോ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് വാർ അറ്റ്മോസ്ഫിയർ വായിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. The barking of dogs on the lone farm. Lone farm എന്ന് പറഞ്ഞാൽ തനിച്ചായ, ഒറ്റയ്ക്കുള്ള, അങ്ങനെയുള്ള ഫാമിലെ കൃഷിയിടങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബാർക്കിംഗ് ഓഫ് ഡോഗ്സ്, നായകൾ കുരക്കുന്നുണ്ട്. gives a fearful atmosphere of the city. അതും ആ സിറ്റിയുടെ ഫിയർഫുൾ അറ്റ്മോസ്ഫിയറിനെയാണ് കാണിക്കുന്നത്. The author succeeded. author വിജയിച്ചു to set Dublin as a dangerous and insecure city. ഡബ്ലിന് ഡേഞ്ചറസും ഇൻസെക്യൂർ സിറ്റിയുമാണ് എന്ന് കാണിക്കുന്നതിൽ ആര് വിജയിച്ചു? നമ്മുടെ ഓഥർ വിജയിച്ചു. വിത്ത് ഫുൾ ഓഫ് കോൺസ്റ്റന്റ് വയലൻസ്. എങ്ങനെ? കോൺസ്റ്റന്റ് വയലൻസ് ഇങ്ങനെ എടുത്തു കാണിച്ചുകൊണ്ട്. Thus the author can depict the war atmosphere successfully. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റി അദ്ദേഹത്തിന്? വാർ അറ്റ്മോസ്ഫിയർ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റി? കാണിക്കാൻ, നമുക്ക് പറഞ്ഞു തരാൻ പറ്റി എന്ന്. The author succeeded to set Dublin as a dangerous and insecure city with full of constant violence. Thus the author can depict the war atmosphere successfully. അങ്ങനെ കൃത്യമായിട്ട് അദ്ദേഹം വാർ അറ്റ്മോസ്ഫിയർ നമുക്ക് വേണ്ടി പറഞ്ഞു തരാൻ, അത് ഡിപിക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് വിജയകരമായിട്ട് സാധിച്ചു എന്ന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, how did the sniper save himself from being discovered or shot down by his enemy? How did the sniper save himself? എങ്ങനെയാണ് സ്നൈപ്പർ അദ്ദേഹം സ്വയം രക്ഷപ്പെട്ടത്? സേവ് ഹിംസെൽഫ്, സ്വയം രക്ഷിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം, എന്ത് ട്രിക്കാണ് അദ്ദേഹം രക്ഷപ്പെടാൻ ഉപയോഗിച്ചത്? ഫ്രം ബീയിങ് ഡിസ്കവേർഡ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തുന്നതിൽ നിന്നും, ഓർ അല്ലെങ്കിൽ ഷോട്ട് ഡൗൺ ബൈ ഹിസ് എനിമി, അദ്ദേഹത്തിന്റെ ശത്രു അദ്ദേഹത്തെ വെടിവെച്ചിടുന്നതിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു. അതെങ്ങനെയാണ്? ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ്. ആ ട്രിക്ക് എന്താന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്, ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അതിന്റെ ആൻസർ, the story The Sniper is set against the backdrop of Irish Civil War. Irish Civil War in Dublin. ഡബ്ലിനിൽ നടന്ന അയർലാൻഡിലെ ഡബ്ലിൻ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നിട്ടുള്ള ഐറിഷ് സിവിൽ വാറിനെ പറ്റിയിട്ടാണ്, അതിന്റെ ഒരു ബാക്ക്ഡ്രോപ്പ്, അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സ്റ്റോറി സെറ്റ് ചെയ്തിരിക്കുന്നത്. The story exposes the futility and inhuman face of the war. നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിലും ഇതൊക്കെ പറഞ്ഞു. സ്റ്റോറി മനുഷ്യത്വമില്ലായ്മ, അതല്ലെങ്കിൽ ഫ്യൂട്ടിലിറ്റി ഒക്കെയാണ് ഇതിലൂടെ കാണിക്കുന്നത്. നിഷ്ഫലതയൊക്കെയാണ് യുദ്ധത്തിന്റെ
നിഷ്ഫലത ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. യുദ്ധം കൊണ്ടൊരു കാര്യമില്ല എന്നാണ് ഇതിലൂടെ ഇദ്ദേഹം പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. The sniper's enemy on the opposite roof covered his escape. സ്നൈപ്പറിന്റെ എനിമി എന്ത് ചെയ്തു? നമ്മുടെ സ്നൈപ്പറിനെ, റിപ്പബ്ലിക്കൻ സ്നൈപ്പറിനെ അദ്ദേഹത്തിന്റെ രക്ഷപ്പെടല് ഓപ്പോസിറ്റ് റൂഫിന്റെ മുകളിലുള്ള സ്നൈപ്പറിന്റെ എനിമി രക്ഷപ്പെടല്, എനിമിയെ നമ്മുടെ റിപ്പബ്ലിക്കൻ സ്നൈപ്പറിന് എന്ത് ചെയ്തിരുന്നു? കവേർഡ് ഹിസ് എസ്കേപ്പ്. അദ്ദേഹത്തെ രക്ഷപ്പെടാൻ സമ്മതിച്ചില്ല, കവർ ചെയ്തു. അദ്ദേഹം കണ്ടെത്തി റിപ്പബ്ലിക്കൻ സ്നൈപ്പറിനെ, അദ്ദേഹം നന്നായിട്ട് വാച്ച് ചെയ്തു. ഹി മസ്റ്റ് കിൽ ദാറ്റ് എനിമി. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ റിപ്പബ്ലിക്കൻ സ്നൈപ്പറിനെ, അദ്ദേഹത്തിന്റെ എനിമി സ്നൈപ്പറിനെ കൊന്നേ പറ്റൂ. മസ്റ്റ് കിൽ, നിർബന്ധമായിട്ടും കൊല്ലണം. ആൻഡ് ഹി കുഡ് നോട്ട് യൂസ് ഹിസ് റൈഫിൾ. സ്വന്തം റൈഫിൾ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നുമില്ല. ഹി ഹാഡ് ഓൺലി എ റിവോൾവർ ടു ഡു ഇറ്റ്. ഇനി എന്തു മാത്രമുള്ളൂ നമ്മുടെ റിപ്പബ്ലിക്കൻ സ്നൈപ്പറിന് ഈ കാര്യം ചെയ്യാൻ? റിവോൾവർ ടു ഡു ഇറ്റ്. ഒരു റിവോൾവർ മാത്രമേ കയ്യിലുള്ളൂ. Then he thought of a plan. പിന്നെ അദ്ദേഹം എന്ത് ചിന്തിക്കുന്നു? ഒരു പദ്ധതി ചിന്തിക്കുന്നു. After putting his cap over the muzzle of his rifle. ഇത് എന്ത് ചെയ്യുന്നു? ആ പ്ലാൻ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുക. അദ്ദേഹത്തിന്റെ തൊപ്പി എടുത്തിട്ട് his cap over the muzzle of his rifle. അദ്ദേഹത്തിന്റെ റൈഫിളിന്റെ വായ്ഭാഗത്ത് അദ്ദേഹത്തിന്റെ ബുള്ളറ്റ് വരുന്ന ആ എൻഡിൽ വെച്ചു. And sniper pushes the rifle over the parapet as if edging forward to shoot. And അദ്ദേഹം ആ പാരാപ്പറ്റിന്റെ എഡ്ജിലേക്ക് വെച്ചു. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് അതിങ്ങനെ വെച്ചു. ടു ഷൂട്ട്, എന്തിനാണ് അതിങ്ങനെ മുന്നോട്ട് തള്ളി വെച്ചത്? എനിമി സ്നൈപ്പർ അതിനെ വെടിവെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിമി സ്നൈപ്പർ എന്താ വിചാരിക്കുക? നമ്മുടെ റിപ്പബ്ലിക്കൻ സ്നൈപ്പർ തല ഉയർത്തി നോക്കിയതാണ് എന്ന് വിചാരിക്കും. അങ്ങനെ അദ്ദേഹം ആ തൊപ്പിക്ക് വെടിവെക്കും, ആ തലക്ക് വെടിവെക്കും. അപ്പൊ തലയായിരിക്കില്ല, അത് തൊപ്പിയാണ്. തൊപ്പിക്ക് വെടിവെക്കൊണ്ടാൽ ഇനി അടുത്ത ട്രിക്ക് അദ്ദേഹം വേറെ ചെയ്യും. നോക്കിയോ, the enemy sniper takes the bite shooting the cap. enemy sniper അപ്പുറത്ത് എന്താ റൂഫ് ടോപ്പിൽ നിന്നും ഇദ്ദേഹത്തിന്റെ ഹെഡ് ആണ് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ടേക്സ് ദ ബൈറ്റ്. ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഇര, ഒരു വെടിവെക്കുക എന്നൊക്കെ പറയാം. പ്രലോഭനം എന്നൊക്കെ ഉള്ളതാണ് ബൈറ്റ്. പ്രലോഭനത്തിൽ വീണു എന്ന് പറയാം നമുക്ക്. ടേക്ക് ദ ബൈറ്റ് ഷൂട്ടിംഗ് ദ ക്യാപ്പ്. ആ ക്യാപ്പിന് എന്ത് ചെയ്യുന്നു? എനിമി സ്നൈപ്പർ വെടിവെക്കുന്നു. The sniper lets the rifle. സ്നൈപ്പർ എന്ത് ചെയ്തു? ലെറ്റ്സ് അനുവദിച്ചു എന്ന് വെച്ചാൽ അദ്ദേഹം എന്തൊക്കെ ചെയ്തു? The rifle and his hang over as if he is dead. ആ വെടി കൊണ്ട ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ കൈയും അതേപോലെ തന്നെ ആ റൈഫിളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തൂക്കിയിട്ടു. ഇതുപോലെ as if he is dead, മരിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ അഭിനയിച്ചു. ഇവൻച്വലി എന്ന് പറഞ്ഞാല് ഇവൻച്വലി, ക്രമേണ എന്നൊക്കെ പറയാം നമുക്ക്. അതിനുശേഷം letting the rifle fall onto the street. ആ സ്ട്രീറ്റിലേക്ക് ഈ റൈഫിൾ എന്ത് ചെയ്തു? വീഴാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞാല് പതിയെ ആ റൈഫിളിന്റെ പിടുത്തം വിട്ടു. അപ്പൊ എന്താ ഉണ്ടാവുക? നമ്മുടെ എനിമി സ്നൈപ്പർ വിചാരിക്കും വെടി കൊണ്ട് ആ റൈഫിളൊക്കെ കയ്യിൽ നിന്ന് ആ റൈഫിളൊക്കെ തെറിച്ച് വീണിരിക്കുകയാണ്, അതൊക്കെ താഴെ വീണു എന്ന് വിചാരിക്കും. As he pretends to sink back onto the roof. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? പതിയെ റൂഫിലേക്ക് തന്നെ സിങ്ക് ബാക്ക്, അത് റൂഫിലേക്ക് തന്നെ അദ്ദേഹം അമർന്നങ്ങ് കിടക്കുകയാണ്. പതിയെ റൂഫിലേക്ക് തന്നെ വന്നു. അപ്പൊ റൂഫിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യാണ് അദ്ദേഹം? പതിയെ തോക്കും കൈയൊക്കെ തന്നെ മരിച്ച പോലെ കാണിച്ച തോക്കാണ് വിട്ടിട്ട് അതിന്റെ ഉള്ളിലേക്ക് തന്നെ വലിഞ്ഞങ്ങ് കിടന്നു. The enemy sniper tricked into thinking the Republican sniper has been killed. enemy sniper എന്ത് ചെയ്തു? tricked into thinking. അദ്ദേഹം ട്രിക്കലായി പോയി എന്ന് വെച്ചാൽ അദ്ദേഹം എന്ത് ചെയ്തു? പറ്റിക്കപ്പെട്ടു, കബളിപ്പിക്കപ്പെട്ടു. എങ്ങനെ കബളിപ്പിക്കപ്പെട്ടത്? into thinking the Republican sniper has been killed. റിപ്പബ്ലിക്കൻ സ്നൈപ്പർ മരിച്ചിരിക്കുന്നു, കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന രൂപത്തിൽ അദ്ദേഹം ചിന്തിച്ചു. now stands up on the roof clearly. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഈ എനിമി സ്നൈപ്പർ അങ്ങനെ വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ റൂഫിൽ ഒന്ന് സ്റ്റാൻഡ്സ് അപ്പ്, എണീറ്റ് നിന്നു. റൂഫ് ക്ലിയർലി ഷിൽ ഹൗട്ടഡ് അഗെയിൻസ്റ്റ് ദ സ്കൈ. അത് കൃത്യമായിട്ട് ആർക്ക് കാണാൻ പറ്റി? ഷിൽ ഹൗട്ടഡ് എന്ന് പറഞ്ഞാൽ നിഴൽ ചിത്രം വീത്തുക എന്നുള്ളതാണ്. നിഴൽ ചിത്രം അഗെയിൻസ്റ്റ് ദ സ്കൈ, ആ നമ്മുടെ
ആകാശത്തിന്റെ ചെറിയൊരു പ്രകാശം, ചെറിയൊരു മൂണിന്റെ പ്രകാശം, ആ പ്രകാശത്തിൽ ഇദ്ദേഹത്തിനെ വ്യക്തമായിട്ട് ആദ്യം കാണാം. അതിന് ഒരു നീയൽ ചിത്രം ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം അവിടെ എണീറ്റ് നിന്നു എന്ന് പറഞ്ഞാൽ അപ്പുറത്തുള്ള നമ്മുടെ റിപ്പബ്ലിക്കൻ സ്നൈപ്പറിന് എന്ത് ചെയ്യാൻ പറ്റും? ഇദ്ദേഹത്തെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ദ റിപ്പബ്ലിക്കൻ സ്നൈപ്പർ, നമ്മുടെ എനിമി സ്നൈപ്പർ എന്താ വിചാരിച്ചത്? റിപ്പബ്ലിക്കൻ സ്നൈപ്പർ അല്ലെ മരിച്ചിട്ടുണ്ട്, വെടികൊണ്ട് താഴെ വീണു, അദ്ദേഹത്തിന്റെ ആ റൂഫ് ടോപ്പിൽ മരിച്ചു കിടക്കുകയാണ് എന്നാ വിചാരിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ ഒരു തോക്ക്, റൈഫിളൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? താഴേക്ക് ഇട്ടല്ലോ. അത് അദ്ദേഹത്തിന്റെ ഒരു ട്രിക്ക് ആയിരുന്നു. ദ റിപ്പബ്ലിക്കൻ സ്നൈപ്പർ സ്മൈൽഡ്, റിപ്പബ്ലിക്കൻ സ്നൈപ്പർ എന്ത് ചെയ്തു? ചിരിച്ചു. എന്താ ചിരിക്കാൻ കാരണം? ഇദ്ദേഹത്തിന്റെ ട്രിക്കിൽ ആര് വീണു എന്ന് മനസ്സിലാക്കി. നമ്മുടെ എനിമി സ്നൈപ്പർ, നമ്മുടെ റിപ്പബ്ലിക്കൻ സ്നൈപ്പറിന്റെ എനിമി സ്നൈപ്പർ വീണു എന്ന് ഇദ്ദേഹം മനസ്സിലാക്കുന്നു. ആൻഡ് ലിഫ്റ്റഡ് ഹിസ് റിവോൾവർ above the edge of the parapet. അങ്ങനെ എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന മറ്റൊരു റിവോൾവറെ അങ്ങനെ ഉയർത്തി പിടിച്ച അദ്ദേഹം edge of the parapet, above the edge of the parapet, ആ പാരാപെറ്റിന്റെ എഡ്ജിന്റെ അവിടെ ഇങ്ങനെ വെച്ചിട്ട്, വക്കില് അദ്ദേഹത്തിന്റെ തോക്ക് ഇങ്ങനെ വെച്ചിട്ട് അദ്ദേഹം അങ്ങനെ ഷൂട്ട് ചെയ്യാണ്. Then he took a steady aim, നന്നായിട്ട് എന്ത് ചെയ്യുക? കൃത്യമായ ഒരു സ്റ്റഡി എയിം, കൃത്യമായിട്ട് ഉന്നം പിടിക്കുന്നു. Pressing his lips, റിപ്പബ്ലിക്കൻ സ്നൈപ്പർ എന്ത് ചെയ്യാണ്? Pressing his lips together, അദ്ദേഹത്തിന്റെ രണ്ട് ചുണ്ടുകളും കൂട്ടിപ്പിടിച്ചു. He took a deep breath and fired, ശക്തമായ ശ്വാസം പിടിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ശ്വാസം എടുത്തിട്ട് and fired, ഒരൊറ്റ വെടി അങ്ങ് കൊടുത്തു. His enemy had been hit, അദ്ദേഹത്തിന്റെ ശത്രു എന്ത് ചെയ്തു? ഹിറ്റ്, അവിടെ വെടി കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന്റെ ശത്രു എന്ന് പറയുമ്പോ എനിമി സ്നൈപ്പർ, റിപ്പബ്ലിക്കൻ സ്നൈപ്പറിന്റെ എനിമി സ്നൈപ്പർ. റിപ്പബ്ലിക്കൻ സ്നൈപ്പറിന് വെടി കിട്ടിയ പോലെ എന്ത് ചെയ്യാണ്? അഭിനയിച്ചു മറ്റാളെ കബളിപ്പിച്ചിട്ടാണ് അദ്ദേഹം അവിടെ എണീറ്റ് നിൽക്കുമ്പോൾ ഇദ്ദേഹം വെടിവെച്ചിരുന്നത്. Thus the sniper saved himself from being discovered or shot down by his enemy. അങ്ങനെയാണ് എന്ത് ചെയ്തത്? ഇദ്ദേഹം എന്ത് ചെയ്യാ? സ്നൈപ്പർ സേവ്ഡ് ഹിംസെൽഫ്, അദ്ദേഹം സ്വയം എന്തായി മാറിയത്? സേവ്ഡ് ഹിംസെൽഫ്, കണ്ടോ? സ്വയം രക്ഷിച്ചത്. ഫ്രം ബീങ് ഡിസ്കവേർഡ് ഓർ ഷോട്ട് ഡൗൺ ബൈ ഹിസ് എനിമി, അദ്ദേഹത്തിന്റെ ശത്രുവിൽ നിന്ന് വെടിയേറ്റ് വീഴുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഡിസ്കവർ ചെയ്യുക, കണ്ടുപിടിക്കുന്നതിൽ നിന്ന്, അങ്ങനെ വെടിവെക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെ ആർക്ക് കഴിഞ്ഞു? നമ്മുടെ റിപ്പബ്ലിക്കൻ സ്നൈപ്പറിന് കഴിഞ്ഞു എന്ന്. അദ്ദേഹം ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നു. ആ ട്രിക്കിൽ അദ്ദേഹത്തിന്റെ എനിമി സ്നൈപ്പർ വീഴുന്നു. അങ്ങനെയാണ് എനിമി സ്നൈപ്പറിനെ ആര് വെടിവെച്ചിരുന്നത്? റിപ്പബ്ലിക്കൻ സ്നൈപ്പറെ വെടിവെച്ചിരുന്നത്. മൂന്നാമത്തെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ. റൈറ്റ് എ പാരഗ്രാഫ് on the emotional conflict experienced by the sniper after killing his enemy. കണ്ടോ? റൈറ്റ് എ പാരഗ്രാഫ്, ഒരു പാരഗ്രാഫ് എഴുതുക. ഓൺ ദ ഇമോഷണൽ കോൺഫ്ലിക്റ്റ്, ഏതിലാണ്? വൈകാരികമായ സംഘർഷം. എക്സ്പീരിയൻസ്ഡ് ബൈ ദ സ്നൈപ്പർ ആഫ്റ്റർ കില്ലിംഗ് ഹിസ് എനിമി, അദ്ദേഹത്തെ സ്നൈപ്പർ അനുഭവിച്ച വൈകാരികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സംഘർഷത്തെ പറ്റിയിട്ടാണ് ഒരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഏതിനു ശേഷം? ആഫ്റ്റർ കില്ലിംഗ് ഹിസ് എനിമി, അദ്ദേഹത്തിന്റെ ശത്രുവിനെ കൊന്നതിന് ശേഷം. ആഫ്റ്റർ കില്ലിംഗ് ഹിസ് എനിമി. അതിന്റെ ആൻസർ: the story, the sniper is set against the backdrop of Irish civil war in Dublin. The story exposes the futility and inhuman face of the war. അത്രയും നമ്മൾ ഇതിന്റെ മുമ്പുള്ള പാരഗ്രാഫിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രൂപത്തിൽ കൊടുത്തിരിക്കുകയാണ് അത്. ആഫ്റ്റർ കില്ലിംഗ് ഹിസ് എനിമി, അദ്ദേഹത്തിന്റെ എനിമിയെ കൊന്നതിന് ശേഷം, ദ സ്നൈപ്പർ ഹാസ് എ ചേഞ്ച് ഓഫ് ഹാർട്ട്, സ്നൈപ്പറിന്റെ ഹൃദയത്തിൽ എന്തുണ്ടായി? ഹാസ് എ ചേഞ്ച് ഓഫ് ഹാർട്ട്, ഒരു ഹൃദയത്തിൽ മാറ്റം ഉണ്ടായി അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് മാറി. ദ ലെസ്റ്റ് ഓഫ് ബാറ്റിൽ ഡൈഡ് ഇൻ ഹിം, അദ്ദേഹത്തിന്റെ ബാറ്റിലിനോടുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം, അതിയായ ആഗ്രഹം, ലെസ്റ്റ് അതിയായ ആഗ്രഹം, ആസക്തി എന്നൊക്കെ പറയാം. ഡൈഡ് ഇൻ ഹിം, അദ്ദേഹത്തിൽ എന്ത് ചെയ്തു? അത് മരിച്ചു എന്ന് വെച്ചാൽ അതില്ലാതെയായി. ഹി ബിക്കെയിം ബിറ്റൻ ബൈ റിമോഴ്സ്, അദ്ദേഹം എന്തായി പോയി എന്നാണത്? വളരെ പ്രയാസം അദ്ദേഹത്തിന് തോന്നി, അങ്ങേയറ്റം വ്യസനം തോന്നി. ഹി ഹാസ് ബീൻ വീക്കെൻഡ്, അദ്ദേഹം ആകെ ക്ഷീണിതനായി. ഏതുകൊണ്ടൊക്കെ ക്ഷീണിതനായി? ബൈ ഹിസ് ലോങ് ഡേ, ആ ലോങ് ഡേ, ഒരു ദിവസം മുഴുവനായിട്ട് അദ്ദേഹം അതിന്റെ മുകളിൽ ഇരിക്കുക. ദ ഓൺ ഗോയിങ് ബാറ്റിൽ, തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം.
ഹിസ് ഹങ്ങർ, അദ്ദേഹത്തിന്റെ വിശപ്പ്, ആൻഡ് ഹി ഈസ് revolted from the sight of the shattered mass of his dead body. അങ്ങനെ എന്ത് ചെയ്യാണ്? and he is revolted. revolted എന്ന് പറഞ്ഞാൽ കലഹിക്കുക എന്നുള്ള അർത്ഥമാണ്. എതിർക്കുക, കലഹിക്കുക എന്നൊക്കെ പറയാം. അദ്ദേഹത്തിന് വല്ലാതെ അങ്ങ് മനസ്സ് വെറുത്തുപോയി. അദ്ദേഹം ആ ഡെഡ് ബോഡി കൂടെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ആകെ പ്രയാസം ഉണ്ടായി. he is കണ്ടോ from the sight of the shattered mass of his dead enemy. ആ മാസ് ഷാറ്റേർഡ് മാസ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡിക്കാണ് മാഷ് എന്ന് പറയാം. ഡെഡ് ബോഡി, MASS, മാസ് ഇവിടെ ഉദ്ദേശിച്ചത് ഡെഡ് ബോഡിയാണ്. ഷാറ്റേർഡ് മാസ് എന്ന് പറഞ്ഞാല് ആ ചിന്നിച്ചിതറിയ ഡെഡ് ബോഡി എന്ന് പറയാം. അവിടെ വെടി കൊണ്ട് വീണ ഡെഡ് ബോഡി ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ചിന്നിച്ചിതറാന്നല്ല, വെടി കൊണ്ട് വീണിട്ടുള്ള ആ ഡെഡ് ബോഡി. ഓഫ് ഹിസ് ഡെഡ് എനിമി, ആ മരിച്ച ആ വ്യക്തി അവിടെ മരിച്ചു കിടക്കുന്നു, വെടി കൊണ്ട് വീണു. അതുകൂടെയൊക്കെ ആയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് വല്ലാതെ പ്രയാസത്തിലായി. ടേക്കിംഗ് ടു ഹിംസെൽഫ്, അദ്ദേഹം ടാക്കിംഗ് ടു ഹിംസെൽഫ്, സ്വയം ഇങ്ങനെ അദ്ദേഹം ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഹി കേഴ്സസ് ദ വാർ, യുദ്ധത്തെ പറ്റിയിട്ട് അദ്ദേഹം ചെയ്യാണ് കേഴ്സസ് ശപിക്കുന്നു. ആൻഡ് എവ്രിബഡി, കണ്ടോ ഈ വാർ, ഹിംസെൽഫ് ആൻഡ് എവ്രിബഡി, യുദ്ധത്തെ പറ്റിയിട്ട് യുദ്ധത്തെ അദ്ദേഹം എന്ത് ചെയ്യാണ്? ശപിക്കുന്നു. ഹിംസെൽഫ്, സ്വയം ശപിക്കുന്നു. ആൻഡ് എവ്രിബഡി, എല്ലാവരെയും അദ്ദേഹം ശപിക്കുന്നു. ദ സ്നൈപ്പർ ത്രോസ് ഹിസ് റിവോൾവർ, അങ്ങനെ സ്നൈപ്പർ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന റിവോൾവർ എന്ത് ചെയ്തു? ഒരൊറ്റ ആ ഒരു പ്രയാസത്തില് ഒരൊറ്റ ഏറങ്ങ് കൊടുത്തു. വിത്ത് ആൻ ഓത്ത്, എങ്ങനെ? ഒരു പ്രതിജ്ഞയോടുകൂടെ, ഒരു നിശ്ചയിച്ചുറപ്പിച്ച രൂപത്തിൽ ഇനി യുദ്ധം ചെയ്യില്ല എന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സ് അങ്ങേറ്റം മരവിച്ചു പോയ ഒരവസ്ഥ, വല്ലാത്ത യുദ്ധത്തിനോടൊരു വെറുപ്പുണ്ടായ ഒരു അവസ്ഥ. അദ്ദേഹം ഒരൊറ്റ ഏറങ്ങ് കൊടുത്തു. അത് ഇറ്റ് ഫയേർഡ്, ആ സമയത്ത് എന്ത് ചെയ്തു? ആ ഏറ് കൊടുത്തപ്പോ അദ്ദേഹത്തിന്റെ കാലിന്റെ ഭാഗത്താണ് പോയിട്ട് നിരത്ത് ആ ഒരു റൂഫ് ടോപ്പിൽ തന്നെ അടിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് നേരെ താഴേക്കാണ് അത് എറിഞ്ഞത്. ഇറ്റ് ഫയേർഡ്, അത് പൊട്ടിത്തെറിച്ചു. ആ തോക്ക് വെടി പൊട്ടി. ബട്ട് ഡസന്റ് ഹിറ്റ് ഹിം, പക്ഷെ അദ്ദേഹത്തിന് കൊണ്ടില്ല, അദ്ദേഹത്തിന് അത് കൊണ്ടില്ല. പക്ഷെ ആ തോക്ക് എന്ത് ചെയ്തു? അവിടെ നിലത്ത് പോയി അടിച്ചപ്പോ പൊട്ടിത്തെറിച്ചു. ത്രൂ ദ ഷോക്ക്, though the shock frightened back to his senses, കണ്ടോ അദ്ദേഹത്തിന് കൊണ്ടില്ലെങ്കിൽ എന്ത് ചെയ്തു? ആ ഒരു ഷോക്ക്, ആ പൊട്ടിത്തെറിച്ച സമയത്ത് ഒരു സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടപ്പോ അദ്ദേഹം പെട്ടെന്ന് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ആ ഒരു സെൻസിലേക്ക് തന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ്? വരികയാണ്. അദ്ദേഹം തിരിച്ചു വന്നു, അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അതുവരെ അദ്ദേഹം എന്തൊക്കെയോ പ്രയാസപ്പെട്ടുള്ള ഒരു രീതിയായിരുന്നു. he drinks all the whiskey from his flask, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഫ്ലാസ്കിലെ വിസ്കി കംപ്ലീറ്റ് അദ്ദേഹം ചെയ്യാണ് കുടിച്ചു. and decided to find his commander, അങ്ങനെ എന്ത് ചെയ്യണം? കമാൻഡറെ പോയിട്ട് കണ്ടിട്ട് to report, ഈ കാര്യം ഇദ്ദേഹം എനിമി സ്നൈപ്പറിനെ വെടിവെച്ചിട്ട കാര്യം പറയണം എന്ന് വിചാരിച്ചിരിക്കുക. when he reaches the street, അങ്ങനെ അദ്ദേഹം സ്ട്രീറ്റിലേക്ക് എത്തിയപ്പോ though he feels a sudden curiosity, അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങേയറ്റത്തെ സഡൻ ആയിട്ടുള്ള പെട്ടെന്ന് ഒരു ക്യൂരിയോസിറ്റി, ഒരു ജിജ്ഞാസ തോന്നുന്നതാണ്. അദ്ദേഹത്തിന് താല്പര്യം തോന്നുകയാണ്. എന്തിനു താല്പര്യം? as to the identify of the enemy sniper, എനിമി സ്നൈപ്പറിനെ ഒന്ന് പോയിട്ട് കണ്ടാലോ, അത് ആരായിരിക്കും ആ എനിമി സ്നൈപ്പർ, അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, ആരാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പോവാമെന്ന് തോന്നുകയാണ്. whom he had killed, കണ്ടോ enemy sniper whom he had killed, ഇദ്ദേഹം കൊന്നിട്ടുള്ള ആ enemy സ്നൈപ്പറിന്റെ ഐഡന്റിറ്റി, അദ്ദേഹം എവിടെയായിരുന്നു, ഏത് വിഭാഗത്തിലായിരുന്നു അദ്ദേഹം, ഈ സിവിൽ വാറിന്റെ മുമ്പ് ഇദ്ദേഹത്തിന്റെ തന്നെ ഗ്രൂപ്പിലായിരുന്നോ അതല്ല മറ്റേതെങ്കിലും ഗ്രൂപ്പിലായിരുന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചു. he wonders, അത് മാത്രമല്ല അദ്ദേഹം അത്ഭുതപ്പെട്ടു, whether he knew him, ല്ലേ, അദ്ദേഹത്തെ എങ്ങാനും അറിയുമോ, whether the man had been in his own company before the split in the army, കണ്ടോ ഞാൻ അദ്ദേഹത്തെ എങ്ങനെ അറിയുമോ, ഇനി ആർമി സ്പ്ലിറ്റ് ആവുന്നതിന്റെ മുമ്പ് എന്റെ തന്നെ കമ്പനിയിൽ ആയിരുന്നോ അവന്. കമ്പനി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് ആണ്. ഒരു കമ്പനി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്റെ തന്നെ ഗ്രൂപ്പിലായിരുന്നോ ഈ ആർമി സ്പ്ലിറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് എന്നൊക്കെയുള്ള ഒരു തോന്നല് നമ്മുടെ സ്നൈപ്പർക്ക് തോന്നി. എങ്ങനെ? എന്നിട്ട് ടേക്കിംഗ് അനദർ റിസ്ക്, അദ്ദേഹം വേറെ റിസ്ക് കൂടെ എടുക്കുകയാണ്. എന്ന് വെച്ചാല് ആ ഒരു
ഡെഡ് എനിമിയെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തെ ഒന്ന് നോക്കാം എന്ന് തോന്നുക. അനന്തരം റിസ്ക് the sniper crosses the street. സ്നൈപ്പർ എന്ത് ചെയ്യുന്നു? ആ സ്ട്രീറ്റ് ഒന്ന് ക്രോസ് ചെയ്തു. then the sniper turned over the dead body. അങ്ങനെ എന്ത് ചെയ്യാണ്? ആ നമ്മുടെ റിപ്പബ്ലിക്കൻ സ്നൈപ്പർ ആ ഡെഡ് ബോഡി ഒന്ന് തിരിച്ചിടുകയാണ്. then the sniper turned over the dead body. ആ ഡെഡ് ബോഡി ഒന്ന് തിരിച്ചിട്ടു. ആ ഡെഡ് ബോഡി തിരിച്ചിടുന്ന സമയത്ത് and finds, അദ്ദേഹം കണ്ടു അല്ലെ? എന്താ കണ്ടത്? finds, അദ്ദേഹം കാണുന്നു staring into the lifeless face of his brother. ആരുടെ മുഖത്തേക്കാണ് അത് തിരിച്ചിട്ടപ്പോൾ നോക്കിയത്? staring into the lifeless face of his brother. അദ്ദേഹത്തിന്റെ തന്നെ ബ്രദർ ആണത്. സ്വന്തം ബ്രദറിനെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? വെടിവെച്ചിട്ടത് എന്ന്. അപ്പോ വല്ലാത്ത ഒരു പ്രയാസം അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുകയാണ്. സ്വന്തം ബ്രദറിനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ്? വെടിവെച്ചിട്ടു എന്ന്. അപ്പൊ അതുകൊണ്ടൊക്കെ വല്ലാത്തൊരു ഡിപ്രഷൻ, വല്ലാത്തൊരു പ്രയാസം ആർക്ക് തോന്നുന്നു? നമ്മുടെ ഈ റിപ്പബ്ലിക്കൻ സ്നൈപ്പറിന് തോന്നുന്നു. ഇതോടുകൂടെ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, പാരഗ്രാഫ് ക്വസ്റ്റ്യനും ഷോർട്ട് ക്വസ്റ്റ്യൻസും അവസാനിക്കുകയാണ്. ഒരു 2, 3, 4 പ്രാവശ്യമൊക്കെ കേൾക്കുക, നോട്ട്സ് ഒക്കെ കൃത്യമായിട്ട് തയ്യാറാക്കുക, എഴുതിയെടുക്കുക. ഓക്കെ.